എൻ്റെ പൊന്നടാവേ, രാവിലെ ഒരു കലം പഴഞ്ചോറ് കഴിക്കുന്ന, പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ പഴഞ്ചോറിന് നല്ലത് ഉണക്കമീനാണല്ലേ. പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഉള്ളിട്ടെടുത്ത് മോളെ വിളിച്ച് ഉണക്കമീൻ മേടിക്കാനായി പുഴയ്ക്കര കടപ്പുറത്തേക്ക് യാത്രയായി. എന്തായാലും നല്ല വർണ്ണാഭമായ കാഴ്ചകളെ കണ്ട് പുഴയ്ക്കര കടപ്പുറത്തെത്തിയപ്പോൾ അവിടെ മീനിൻ്റെ ചാകര. പക്ഷേ ഉണക്കമീൻ മേടിക്കാനല്ലേ ഇറങ്ങിയത്. അപ്പം മീൻ വേണ്ടാന്ന് വിചാരിച്ച് നേരെ ഉണക്കമീൻ സ്റ്റാളിലേക്ക് എത്തി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്ന പ്രതീതി. അയലയും മാളയും ചൂരയും എന്തായാലും സമാധാനമായി കുറച്ച് ഉണക്കമീൻ മേടിച്ച് നേരെ വീട്ടിലെത്തി. അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും കൊണ്ട് ചെന്ന് പൊതി അയച്ച് നോക്കി അവൾ തന്നെ അന്തം വിട്ടുപോയി. 3 ടൈപ്പിലുള്ള ഉണക്കമീനുകളാണ് മേടിച്ചത്. അയലക്കുഞ്ഞും വാളയും അതുപോലെ തന്നെ ചെറിയ കൊഴിയാളക്കുട്ടിയും. എന്തായാലും അപ്പം മോക്കൊരു സംശയമില്ല, ഏതെടുത്താണ് പോയിക്കേണ്ടത്. അപ്പം എല്ലാം നല്ലതാണല്ലോ. അപ്പം കുഞ്ഞിനൊരാഗ്രഹം അതിലേതെടുക്കണം എന്നുള്ളത്. അങ്ങനെ അവൾ തന്നെ അതിനകത്ത് എണ്ണി തിരഞ്ഞെടുത്തു. ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടു നല്ലതുപോലെ കഴുകണം കേട്ടോ. അത് കാരണം പല രീതിയിലാണ് അത് ഉണക്കിയൊക്കെ എടുക്കുന്നത്. കണ്ണി വെച്ചതിന് ശേഷം ചിലപ്പോൾ മണലിലും തറയിലൊക്കെ ഇട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പൊടിയും മഴക്കെല്ലാം അതിനകത്ത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് വൃത്തിയാക്കി തന്നെ കഴുകണം. ഞാൻ ആദ്യം കൈ കൊണ്ട് കഴിയുമ്പോഴേക്കും ഒരു മുള്ള് കയ്യിൽ കൊണ്ടായിരുന്നു. അതിനുശേഷം വന്ന് പിച്ചാത്തി ഉപയോഗിച്ചത്. പിച്ചാത്തി ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ആദ്യം എന്താണ്, കുറച്ച് കുരുമുളക് പൊടി. കാരണം ഇത് ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല എരിവും ഉണ്ടാവും, ഉപ്പിടുമ്പൊക്കെ നല്ല എരിവും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ്. കാരണം നമ്മളിത് കഴുകിയ സമയത്ത് അത്യാവശ്യം ഇതിനകത്തുള്ള ഉപ്പിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാകും, അഴുക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ഒരു മസാല പിടിക്കും. നല്ലൊരു മസാല പിടിച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കത് മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറച്ച് ചെറിയ ഉള്ളി ഇലയ്ക്ക് ഇടുക. ഇട്ടിട്ട് നല്ലതുപോലെ വാട്ടണം. ഏകദേശം ഒരു പകുതി വേവോളം ആകുമ്പോൾ, എന്നാൽ പകുതി വേവായി കഴിഞ്ഞാൽ അത് കഴിക്കാൻ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പം അതൊന്ന് ഏകദേശം മൂത്ത് പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടുകൊണ്ട് നല്ലതുപോലെ ഇളക്കുക. ഏകദേശം എല്ലാം കൂടെ ഒരു പരുവമായി വരുമ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അല്ലേ. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വേണം കുറച്ച് എണ്ണ കൂടെ ഒഴിക്കാം. പക്ഷേ നേരത്തെ ഉള്ള എണ്ണമയം അതിലുണ്ടായത് കൊണ്ട് തന്നെ ആദ്യം വാളയുടെ കഷ്ണങ്ങളാണ് തിരിച്ചും മറിച്ചും ഇടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരേ ലെവലിൽ തന്നെ ആ ഒരു വാളയുടെ കഷ്ണങ്ങൾ ഇട്ട് അതിനുശേഷം മറ്റുള്ള എല്ലാ മീനുകളും ഭാര്യയാണ് അതിന് സഹായിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം അതിങ്ങനെ നിരത്തി വെച്ചപ്പോൾ തന്നെ ഭാര്യയ്ക്ക് സന്തോഷമായി. അതുകൊണ്ട് തന്നെ അവൾ ബാക്കിയെല്ലാം ഒരുമിച്ച് തട്ടിയിട്ട് നല്ലതുപോലെ ചൂടാവുന്നത് വരെ നല്ല തീയിട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു മണമുണ്ട്, ഉണക്കയുടെ മണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തീ മുകളിലേക്ക് പിടിക്കുന്ന ഒരു രീതിയിലേക്ക് പുകഞ്ഞു കയറണം. പണ്ട് കാലങ്ങളിൽ ഇത് ചുട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഇതൊരു പഴകഞ്ഞ് കഴിക്കുന്നതിനൊരു വെറൈറ്റിയാണ്. അപ്പം നമ്മളൊക്കെ നല്ല രീതിയിൽ പഴഞ്ചോറിനൊപ്പം ഈ ഉണക്കമീൻ കഴിച്ചു കഴിഞ്ഞാൽ എത്ര പഴഞ്ചോറുകളും നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ പഴകഞ്ഞി കടകളിലെല്ലാം നമുക്ക് അറിയാൻ കിട്ടുന്നില്ലേ, പഴകഞ്ഞി കടകളിലെല്ലാം കടച്ചട്ടിയിലാണ് പഴകഞ്ഞി തരുന്നത്. അതിനോടൊപ്പം തന്നെ ഉണക്കമീനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്ന് ഒന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ആ പച്ചമുളകും അതുപോലെ സവാളയും അതിനോടൊപ്പം തന്നെ കറിവേപ്പില അതിനകത്തിട്ട് ഫ്രഷാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ അംഗം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എടുത്ത് വെക്കേണ്ട താമസം തന്നെ ആദ്യമേ അതിനകത്ത് പിടിക്കും. അപ്പം ഞാനും കറിച്ചട്ടിയിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പിടവിന് ശേഷം ആ വാഴത്തലയുടെ ഒരു തലയെടുത്ത് ആഹാ അന്തസ്, ഇതാണ് സൂപ്പർ. ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പം ആദ്യം എൻ്റെ മൂക്കിൽ പൊത്തി പിടിക്കുന്നുണ്ട് അവൾക്ക് ആ സ്മെല്ല്. പക്ഷേ പിന്നീട്
അത് കഴിച്ച് തീർത്തു. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. ഞങ്ങൾ 5 പേര് നല്ല രീതിയിൽ ഈ പഴഞ്ചോറ് ആസ്വദിച്ച് കഴിച്ചു. എന്തായാലും നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.